ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വിശ്വാസത്തിൻ്റെ ജനറൽസ്, വിശ്വാസത്തിൽ ജീവിച്ച, ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസത്തിൽ ജീവിച്ച ഒരുപാട് ജനറൽസിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം വിശ്വാസത്തിൻ്റെ അധ്യായമാകുന്നുവല്ലോ. 1-ാമത്തെ വാക്യം, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഇതൊരു നിർവചനമായിട്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല. വിശ്വാസത്തിൻ്റെ ഒരു നിർവചനമായിട്ട് നമുക്ക് ഒരിക്കലും ഇതിനെ കാണാൻ കഴിയത്തില്ല. വിശ്വാസം എന്താണ് നമ്മിൽ ചെയ്യുന്നത്? എ ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് ഫെയ്ത്ത് ഡസ്. വിശ്വാസം എന്താണ് നമ്മിൽ ചെയ്യുന്നത്? ആശിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് ഉറപ്പ് നൽകി തരികയാണ്. എന്താണ് നമ്മൾ ഹോപ്പ് ചെയ്യുന്നത്, ആശിക്കുന്നത്? ആ ആശിക്കുന്ന കാര്യങ്ങൾ നമുക്ക് റിയാലിറ്റി ആയിട്ട് മാറുകയാണ്, യാഥാർത്ഥ്യമായിട്ട് മാറുകയാണ്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ് ആശിക്കുന്നത്, മുന്നോട്ട് നോക്കി എന്താണ് ആശിക്കുന്നത്, അതങ്ങ് റിയലായി തീരുകയാണ്. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. നമ്മൾ കണ്ടിട്ടില്ല, എന്നാൽ നമ്മളത് വിശ്വസിക്കുന്നു. നമ്മളത് വിശ്വസിക്കുമ്പോൾ നമുക്കത് നിശ്ചയമാണ്. യാതൊരു നിലയിലും ഉള്ളിലൊരു പതർച്ചയില്ല, നമുക്കത് നിശ്ചയമാകുന്നു. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അങ്ങനെ ഈ വാക്യത്തെ നമുക്ക് ഈ നിലയിൽ കാണുവാൻ കഴിയും. വിശ്വാസം എന്താണ് നമ്മിൽ ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ളൊരു വിശദീകരണമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എ ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് ഫെയ്ത്ത് ഡസ്. യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് നമ്മളത് വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവർക്കത് സോ റിയലാണ്, വലിയ ഉറപ്പാണ്, നിശ്ചയമാണ്. യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് സംഭവിക്കുവാൻ പോകുന്നു എന്നുള്ളത് അല്പം പോലും സംശയമില്ലാതെ നമ്മുടെ ഉള്ളിലത് പതിഞ്ഞിരിക്കുന്നു. അത് വിശ്വാസമാണ്. വിശ്വാസത്തിന് മാത്രമേ അത് ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. വിശ്വാസം കാണാത്ത കാര്യങ്ങളുമായുള്ള ബന്ധത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. 2 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം, കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. താൽക്കാലികമാകുന്ന പ്രശ്നങ്ങളെ ചൊല്ലി ഒരുപാട് സംഘർഷങ്ങൾ നേരിടുന്നവരുണ്ട്. അവർക്കുള്ള നല്ല മരുന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ താൽക്കാലികമാകുന്ന വിഷയങ്ങളിലല്ല, ആ സംഘർഷങ്ങളിലല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ആ താൽക്കാലികമാകുന്ന പ്രശ്നങ്ങൾ അവിടെ ഇല്ലെന്നല്ല പറയുന്നത്, അതവിടെ ഉണ്ട്. അതവിടെ ഉള്ളപ്പോൾ തന്നെ നിങ്ങൾ നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാടുള്ളവരായിരിക്കണം. വരാൻ പോകുന്ന ആ ജീവിതത്തെക്കുറിച്ചുള്ള വെളിപ്പാടുണ്ടെങ്കിൽ, ആ വിശ്വാസമുണ്ടെങ്കിൽ, അത് വിശ്വാസത്താലാണ് നമുക്കത് നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുവാൻ കഴിയുന്നത്. വരാൻ പോകുന്ന ജീവിതത്തെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നു. അത് നമുക്ക് സോ റിയലായി തീരണം, അതങ്ങ് നിശ്ചയമായി തീരണം. കാണാത്ത ആ കാര്യം നമുക്കതങ്ങ് നിശ്ചയമായി തീരണം. അങ്ങനെ നിശ്ചയമായി തീരുമ്പോൾ താൽക്കാലിക പ്രശ്നങ്ങളെ ഭയം കൂടാതെ നേരിടുവാൻ കഴിയും, ആകുലത കൂടാതെ നേരിടുവാൻ കഴിയും, വ്യാകുലത കൂടാതെ നേരിടുവാൻ കഴിയും, ദുഃഖം കൂടാതെ നേരിടുവാൻ കഴിയും, സംഘർഷം കൂടാതെ നേരിടുവാൻ കഴിയും. പലർക്കും സംഭവിക്കുന്നത് എന്താണ്? അവരുടെ താൽക്കാലികമാകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ആകുലത അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. മനസ്സിനകത്ത് പ്രശ്നമായി, താൽക്കാലിക വിഷയങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ, താൽക്കാലിക സംഘർഷങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അകത്ത് ഭയങ്കര സംഘർഷമായി, ആകുലതയായി, വ്യാകുലതയായി, ഭയമായി. അതിനെ നേരിടുവാനുള്ള ധൈര്യമില്ല. ശാരീരികമാകുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുന്ന സന്ദർഭത്തിൽ നല്ല നിരാശ പ്രകടമാണ്. ശരീരത്തിലുണ്ടായിരിക്കുന്ന ആ രോഗത്തെ അവർക്ക് നിരാശയില്ലാതെ, ഭയമില്ലാതെ നേരിടുവാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്?
താൽക്കാലിക കാര്യങ്ങളിലാണ് മുഴുവനും, ഹൃദയം മുഴുവനും കേന്ദ്രീകരിച്ചിരിക്കുന്നത് താൽക്കാലിക കാര്യങ്ങളിലാണ്. താൽക്കാലിക കാര്യങ്ങളിൽ നിന്നും നോട്ടം മാറ്റുക, താൽക്കാലിക കാര്യങ്ങളിൽ നിന്നും നോട്ടം മാറ്റുക. നിത്യതയുമായുള്ള ബന്ധത്തിൽ നമ്മുടെ നോട്ടം അവിടേക്ക് തിരിക്കുക. ഇവിടെ 17-ാം വാക്യത്തിൽ 2 കൊരിന്ത്യർ 4:17 കാണാൻ കഴിയുന്നുണ്ട്, നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. ഈ ഭൂമിയിലുള്ള കഷ്ടമെല്ലാം ലഘുവായ കഷ്ടമാണ്, നൊടിനേരത്തേക്കുള്ളതാണ്. ആ കഷ്ടം യഥാർത്ഥത്തിൽ അതിനെ റൈറ്റ് ആറ്റിറ്റ്യൂഡോടുകൂടെ, ശരിയായ മനോഭാവത്തോടുകൂടെ അതിനെ നമ്മൾ നേരിടുകയാണെങ്കിൽ, സ്തുതിസ്തോത്രങ്ങളോടുകൂടെ, വിശ്വാസത്തോടുകൂടെ, ഇത് താൽക്കാലികമാകുന്നു എന്നുള്ള വെളിപ്പാടോടുകൂടെ നമ്മളതിനെ നേരിടുകയാണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ഫലമെന്ന് പറയുന്നത് തേജസ്സിൻ്റെ നിത്യഘനമാണ്. തേജസ്സാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. തേജസ്സിൻ്റെ ഘനമെന്ന് പറയുന്നത് ഇറ്റേണിറ്റിയുടെ ഘനമാകുന്നു. ഇറ്റേണിറ്റിയുടെ നിലവാരത്തിലാണ് തേജസ്സിനെ നമുക്ക് അതിൻ്റെ ഘനത്തെ നമുക്ക് നിർണ്ണയിക്കുവാൻ കഴിയുന്നത്. അപ്പം നിങ്ങളുടെ കഷ്ടതകളെല്ലാം ഒരു ത്രാസിലെടുത്ത് വയ്ക്കുക, ത്രാസിൻ്റെ ഒരു തട്ടിലെടുത്ത് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അതിൽ റൈറ്റ് ആറ്റിറ്റ്യൂഡ്, നിങ്ങളതിനെ നേരിട്ട് ജയിച്ചു, ആ കഷ്ടതയിലൂടെ കടന്നുപോയപ്പോഴും പരാതികളില്ല, നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു, നിങ്ങളുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടായി, ക്രിസ്തു സമാനത വെളിപ്പെട്ടു. ഈ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്നത് ഫലമായി നിങ്ങൾക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ റിവാർഡായി നിങ്ങൾക്ക് ലഭിക്കുന്നത് ഗ്ലോറിയ, തേജസ്. ആ തേജസ് എടുത്ത് ത്രാസിൻ്റെ അടുത്ത തട്ടിൽ വയ്ക്കുകയാണ് എങ്കിൽ കഷ്ടത ഒരു തട്ടിലും, നിത്യതയുടെ ഘനമുള്ള തേജസ് അടുത്ത തട്ടിലും വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഷ്ടത ഏതുമില്ല. നിത്യതയുടെ ഘനത്തെക്കുറിച്ച് പറയുന്നത് നിത്യതയുടെ ഘനമുള്ള തേജസ്സാണ് നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്ന. തേജസ്സിനെ കുറിച്ച് അവിടെ പറയുന്നത് നിത്യതയുടെ ഘനമുള്ളതാണ് തേജസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ജീവിതത്തെ നേരിടേണ്ടത്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഇതൊരു താൽക്കാലികമാകുന്ന ജീവിതമല്ല. ഇന്ന് ഈ ഭൂമിയിൽ നയിക്കുന്നത് താൽക്കാലികമാകുന്നൊരു ജീവിതമാകുന്നതിനാൽ നിത്യതയുമായുള്ള ബന്ധത്തിൽ വിശ്വാസത്താൽ ആ വെളിപ്പാടുകൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമാകുന്ന സംഘർഷങ്ങളെ ഭയം കൂടാതെ, ആകുലത കൂടാതെ, വ്യാകുലത കൂടാതെ നേരിടുവാൻ കഴിയും. ഇങ്ങനെയുള്ള മാനസിക സംഘർഷങ്ങൾ കൂടാതെ താൽക്കാലിക സംഘർഷങ്ങളെ നേരിടുകയാണ് എങ്കിൽ അവരതിനെ കീഴ്പ്പെടുത്തിയിരിക്കും. നിസ്സാരമായി വേഗത്തിൽ അതിനെ കീഴ്പ്പെടുത്തിയിരിക്കും. അനേകർ നിരാശയിലേക്ക് വീണുപോയി, ഭയത്തിലേക്ക് വീണുപോയി, ആകുലതയിലേക്കും വ്യാകുലതയിലേക്കും വീണുപോയി. അതുകൊണ്ടാണ് മുൻപിൽ വന്നിരിക്കുന്ന താൽക്കാലിക കാര്യങ്ങളെ അവർക്ക് ജയിക്കുവാൻ കഴിയാതെ ഇരിക്കുന്നത്. മറ്റുള്ളവർ പ്രാർത്ഥിച്ചിട്ടും അവർക്ക് ആ ഫലം ലഭിക്കുന്നില്ല. ഈ രോഗസൗഖ്യ ശുശ്രൂഷ നടത്തിയ ദേവദാസന്മാരെ എല്ലാം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓറൽ റോബോട്ട്സ്, വില്യം ബ്രംഹാം, അലൻ, ഇവരെല്ലാം വേദിയിൽ വെച്ച് തന്നെ രോഗികളെ സൗഖ്യമാക്കുമായിരുന്നു. ആ സൗഖ്യം നടന്നു കഴിയുമ്പോൾ അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു, ഇനി നിങ്ങൾ ഈ സൗഖ്യത്തെ സൂക്ഷിക്കണം. എങ്ങനെ? ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ നിങ്ങൾ ഈ സൗഖ്യത്തെ സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ അവർ പിന്നെ പോയി വ്യാകുലപ്പെടുവാനും ഭയപ്പെടുവാനും അവർക്ക് അനുവാദമില്ല. യേശുക്രിസ്തുവിലേക്ക് അവരുടെ നോട്ടം തിരിക്കുകയും യേശുക്രിസ്തുവിൽ സമ്പൂർണ്ണ ആശ്രയം വെച്ചുകൊണ്ട്, വചനത്തിൽ ആശ്രയം വെച്ചുകൊണ്ട്, വിശ്വാസത്തോടുകൂടെ ലഭിച്ച സൗഖ്യത്തെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ നമുക്ക് ഈ അധ്യായത്തിൽ തന്നെ അനേകം ജനറൽസിനെ കാണാൻ കഴിയുന്നുണ്ട്. ഇന്നത്തെ ഈ കാലഘട്ടത്തിലും കഴിഞ്ഞുപോയ കാലഘട്ടത്തിലും അനേകം ജനറൽസ് വിശ്വാസത്താൽ അവർ ഈ ഭൂമിയിൽ വൻ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്തു. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഹാബേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഹാബേലിനെ കുറിച്ച് പറയുന്നതിന് മുന്നമേ തന്നെ വിശ്വാസവുമായുള്ള ബന്ധത്തിൽ 3-ാമത്തെ വാക്യത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ഇന്ന് കാണുന്ന ഈ തൊടാൻ കഴിയുന്ന സമാനമായ വസ്തുക്കളാകുന്ന ഇന്നത്തെ ഈ ലോകം, ഈ പ്രപഞ്ചം, ഈ ഭൂമി, ഇവിടെ നമ്മൾ വൃക്ഷങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ, കല്ല്, മണ്ണ്, ഇതെല്ലാം തൊടാൻ കഴിയുന്നില്ല, വസ്തുക്കളല്ലേ. ഈ വസ്തുക്കളാകുന്ന ഇതിനെല്ലാം
ഇതെല്ലാം ദൃശ്യമാണ്. ദൃശ്യമായ ഇതിനെല്ലാം അദൃശ്യമായ കാരണങ്ങളാണുള്ളത്. ആ അദൃശ്യമാകുന്ന കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് വചനം. വചനത്താൽ ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഈ പ്രപഞ്ചം വചനത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഈ പ്രപഞ്ചം വചനത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ അതേ വചനം തന്നെ ഇപ്പോൾ നിങ്ങളുടെ അധരത്തിൽ കർത്താവ് നൽകിയിരിക്കുകയാണ്. വചനം ഇപ്പോൾ എവിടെയാണ്? നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ വായിലുമാകുന്നു വചനമെന്ന് റോമാലേഖനം 10:7 നമുക്ക് കാണുവാൻ കഴിയുന്നു. വചനം നിങ്ങളുടെ അധരത്തിൽ നൽകിയിരിക്കുന്നതിനാൽ ദൃശ്യമായ ഈ ലോകത്തെ അദൃശ്യമാകുന്ന വചനം കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു എങ്കിൽ അതേ തത്വം ഇന്നും നമുക്ക് നടപ്പിലാക്കുവാൻ കഴിയും. ദൃശ്യമാകുന്ന ചില കാര്യങ്ങളെ നിങ്ങൾക്ക് അദൃശ്യമാകുന്ന വചനം കൊണ്ട് സൃഷ്ടിക്കുവാൻ കഴിയും. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദ ലോർഡ്. ദൃശ്യമാകുന്ന ഏതാവശ്യങ്ങളുമാകട്ടെ, നിങ്ങളുടെ മുൻപിൽ ഇന്ന് ദൃശ്യമാകുന്ന നിങ്ങൾക്ക് കാണത്തക്കവണ്ണം ഒരാവശ്യമുണ്ട്. ആ ആവശ്യം നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ആ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ആ ജോലി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ആ സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ, അത് അദൃശ്യമാണ്. ഓക്കെ, സാമ്പത്തികമാകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഈ ദൃശ്യമാകുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് അദൃശ്യമാകുന്ന വചനം ഉപയോഗിച്ച് നടപ്പിലാക്കുവാൻ കഴിയുമെന്നാണ് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൃശ്യമായതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ വചനമുണ്ട്. വചനത്തിന് അസാധ്യമായി ഒന്നുമില്ല. ദൈവത്തിൻ്റെ വചനത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, വചനം ദൈവമാകുന്നു, ദൈവം വചനമാകുന്നു. അതിനാൽ ദൈവത്തിന് എന്തൊക്കെ ചെയ്യുവാൻ കഴിയുമോ അതൊക്കെയും വചനത്തിന് ചെയ്യുവാൻ കഴിയും. ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ. വചനം ദൈവമാകുന്നു, ദൈവം വചനമാകുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിന് ചെയ്യുവാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും വചനത്തിന് ചെയ്യുവാൻ കഴിയും. അതുകൊണ്ട് വചനത്താൽ നിങ്ങൾക്ക് ദൃശ്യമാകുന്ന കാര്യങ്ങളെ സൃഷ്ടിക്കുവാൻ കഴിയും. നിങ്ങളുടെ അധരത്തിലുള്ള വചനത്തെ നിങ്ങൾ പുറപ്പെടുവിക്കുക, ദൃശ്യമാകുന്ന കാര്യങ്ങളെ സൃഷ്ടിക്കുക. വീണ്ടും എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഹാബേലിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നു. വിശ്വാസത്തിൻ്റെ ഒരു ജനറലാകുന്നുവല്ലോ ഹാബേൽ. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായിൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. ഹാബേലിൻ്റെ യാഗത്തിൽ വിശ്വാസമുണ്ടായിരുന്നു, കായിൻ്റെ യാഗത്തിൽ വിശ്വാസം ഇല്ലായിരുന്നു. രണ്ടുപേരും ചെയ്തത് യാഗം തന്നെയാണ്. എന്നാൽ ഒരു യാഗം വിശ്വാസമുള്ള യാഗമായിരുന്നു, ഒരു യാഗം വിശ്വാസം ഇല്ലാത്ത യാഗമായിരുന്നു. അങ്ങനെയാണ് ഹാബേൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ സാക്ഷ്യം പ്രാപിച്ചത്. ഇന്നും ഹാബേൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവമനുഷ്യർ, വിശ്വാസത്താൽ ജീവിച്ച ദൈവമനുഷ്യർ, അവർ വിശ്വാസത്താൽ ചെയ്ത ചില കാര്യങ്ങൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ബെൻസൺ ഇഡിഹോസ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ നൈജീരിയയിലുണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ അതിശക്തമായി ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെട്ട ദൈവദാസനാണ്. തൻ്റെ ശുശ്രൂഷയുടെ ചരിത്രം അനേകം പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഒന്ന് വളരെ ശ്രദ്ധേയമാകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ബെനിൻ പട്ടണത്തിൽ, അദ്ദേഹമായിരുന്ന ബെനിൻ സിറ്റിയിൽ അന്നുണ്ടായിരുന്ന മന്ത്രവാദികൾ തീരുമാനമെടുത്തു ലോക മന്ത്രവാദി സമ്മേളനം ബെനിൻ സിറ്റിയിൽ വെച്ച് നടത്തുവാൻ വേണ്ടി. ഈ സംഭവം അറിഞ്ഞ ബെൻസൺ ഇഡിഹോസ പെട്ടെന്ന് തന്നെ പത്രസമ്മേളനം വിളിച്ചതിന് ശേഷമായിട്ട് അദ്ദേഹം പറഞ്ഞു, ബെനിൻ സിറ്റിയിൽ മന്ത്രവാദികൾ നടത്തുവാനിരിക്കുന്ന മന്ത്രവാദികളുടെ ലോക സമ്മേളനം ഞാൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. പത്രക്കാരും അതിശയിച്ചു പോയി. അതിനുശേഷം മന്ത്രവാദികളും ചോദിച്ചു, അതിന് നിങ്ങളിത് ക്യാൻസൽ ചെയ്യുവാൻ നിങ്ങളാരാണ്? ഞങ്ങളല്ലേ തീരുമാനിച്ചത്, ഞങ്ങളല്ലേ അത് നടപ്പിലാക്കാൻ പോകുന്നത്. വീണ്ടും വിശദീകരണവുമായിട്ട് ബെൻസൺ ഇഡിഹോസ പറഞ്ഞു, ഈ പട്ടണത്തിൽ എന്തു സംഭവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. വിശ്വാസത്താൽ അദ്ദേഹം പുറപ്പെടുവിച്ച, ബെൻസൺ ഇഡിഹോസ പുറപ്പെടുവിച്ച ആ വാക്കുകൾ, അതിനെ വേണമെങ്കിൽ വചനമെന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ കഴിയും. അപ്പോൾ അത് പരിശുദ്ധാത്മാവിനാൽ പുറപ്പെടുന്ന വാക്കുകളാണ്. ആ വാക്കുകൾ ദൈവവചനത്തിൻ്റെ ശക്തിയുള്ള വാക്കുകളാണ്. ആ വചനത്തിൻ്റെ പിന്തുണയോടുകൂടെ പുറപ്പെടുന്ന വാക്കുകളാണ്. ആ വാക്കുകൾ എന്തുദ്ദേശത്തിനു വേണ്ടി അയച്ചോ അത് പൂർത്തിയാക്കുകയുണ്ടായി. ഇന്നുവരെ
മന്ത്രവാദികളുടെ ലോകസമ്മേളനം ബെനിൻ സിറ്റിയിൽ നടന്നില്ല. അവർ നടത്താൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് വിസ കൊടുക്കുവാൻ തയ്യാറായില്ല. അങ്ങനെ ആ സമ്മേളനം ഇന്നുവരെ നടന്നിട്ടില്ല. ഇതേപോലെയുള്ള അസാധാരണമാകുന്ന വിശ്വാസത്തിൻ്റെ പ്രദർശനങ്ങൾ പുറപ്പെടുവിച്ച ധീരന്മാരാകുന്ന അനേകം ജനറൽസ് ഉണ്ട്. അതിലൊരാളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഹാനോക്ക്. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം 5-ാം വാക്യത്തിൽ ഹാനോക്കിനെ നമുക്ക് കാണാൻ കഴിയുന്നു. ഹാനോക്ക് മരണം കൂടാതെ എടുക്കപ്പെട്ടു. ഹാനോക്ക് മരണം കൂടാതെ എടുക്കപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. ദൈവത്തിൻ്റെ കൂടെ നടന്ന വ്യക്തിയാണ്. ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. വാ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൂടെ നടന്നു, ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് സാക്ഷ്യം പ്രാപിച്ചതിനാൽ മരണം കാണാതെ ഹാനോക്ക് എടുക്കപ്പെടുകയുണ്ടായി. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. 6-ാമത്തെ വാക്യത്തിൽ എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ, ഈ ഒരു പദപ്രയോഗം ഡ്രോയിങ് നിയർ ടു ഗാഡ്, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ, ഇത് എബ്രായ ലേഖനത്തിൽ ആവർത്തിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എബ്രായ ലേഖനം യവനായ ഭാഷയിലാണ് എഴുത്തുകാരൻ എഴുതിയത്. പുതിയ നിയമം മുഴുവൻ മത്തായി മുതൽ വെളിപ്പാട് പുസ്തകം വരെ യവനായ ഭാഷയിലാണ് എഴുതപ്പെട്ടത്. കൊയ്ന ഗ്രീക്കിലാണ് എഴുതപ്പെട്ടത്. ക്ലാസിക്കൽ ഗ്രീക്കുണ്ട്, കൊയ്ന ഗ്രീക്കുണ്ട്. സാധാരണക്കാരുടെ സംസാര ഭാഷയാണ് കൊയ്ന ഗ്രീക്ക്. കൊയ്ന ഗ്രീക്കിൽ തന്നെയും അതും പൗരാണികമാകുന്ന വളരെ ഗുണമേന്മയുള്ള യവനായ ഭാഷയാകുന്നു കൊയ്ന ഗ്രീക്ക്. ആ കൊയ്ന ഗ്രീക്കിൽ എഴുതിയിരിക്കുന്ന പുതിയ നിയമത്തിലെ ഏറ്റവും ഗുണമേന്മയുള്ള, ഏറ്റവും ഭാഷയുടെ ഗുണമേന്മ ഏറ്റവും അധികമുള്ള പുസ്തകമാണ് എബ്രായ പുസ്തകം എന്ന് പറയുന്നത്. എബ്രായ ലേഖനം എന്ന് പറയുന്നത് എബ്രായ ലേഖനമാണ് ഏറ്റവും യവനായ ഭാഷയുടെ നല്ല ക്വാളിറ്റി, നല്ല ഗുണമേന്മയിൽ എഴുതപ്പെട്ടത് എബ്രായ ലേഖനമാകുന്നു എന്ന് പണ്ഡിതന്മാർ പറയുന്നു. ആമേൻ. ആ പുസ്തകത്തിൽ, ഈ ലേഖനത്തിൽ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ, ഡ്രോയിങ് നിയർ ടു ഗാഡ് എന്നുള്ളത് ആവർത്തിച്ച് കാണുന്നു. 4-ാമത്തെ അധ്യായം എബ്രായ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ കാണുന്നു. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോട് കൃപാസനത്തിന് അടുത്തു ചെല്ലുക. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുത്തു വരിക. നിങ്ങളുടെ വിശ്വാസ ജീവിതം മുന്നേറണമെന്ന് അതിൽ നിങ്ങൾക്ക് മുന്നേറ്റം ആഗ്രഹമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരിക. ഡ്രോ നിയർ ടു ഗാഡ്. 7-ാമത്തെ അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ അവിടെയും കാണുന്നു. 7-ാം അധ്യായം 25-ാമത്തെ വാക്യം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക്, അടുത്തു വരിക, ദൈവത്തോട് അടുക്കുന്നവർക്ക്. ആമേൻ. ലോകത്തിലെ അനേകം കാര്യങ്ങളിൽ വ്യാപൃതരായി ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവത്തോട് അടുത്തു വരിക. എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തിലും അടുത്തു വരുന്നവർക്ക് എന്നുള്ള ഒരു പ്രയോഗം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 22-ാമത്തെ വാക്യത്തിൽ, എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്തു ചെല്ലുക. ദൈവത്തോട് അടുത്തു ചെല്ലുക, അടുത്തു വരിക. പുതിയ നിയമത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു സാധ്യതയല്ലേ? നമുക്ക് അടുത്ത ബന്ധം, ആരും മിഡിൽ പ്ലേസിലില്ലാതെ, മാനുഷികമാകുന്ന യാതൊരു മധ്യസ്ഥൻ്റെയും ആവശ്യമില്ലാതെ നേരിട്ട് ദൈവത്തിൻ്റെ അടുക്കൽ വരുവാനുള്ള പദവിയാണ് ലഭിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തുവിലൂടെ കർത്താവിൻ്റെ അടുക്കൽ വരുവാനുള്ള പദവി ലഭിച്ചിരിക്കുന്നതിനാൽ
ഈ ലോകത്തിലെ പലവിധമാകുന്ന കാര്യങ്ങളിൽ പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവത്തോട് അടുത്തു വരിക, ദൈവത്തോട് അടുത്തു വരിക. അതാണ് എബ്രായർ 11:6 പറയുന്നത്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ, ഒന്നാമത്തെ കാര്യം ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ദൈവം തൻ്റെ പുത്രനാകുന്ന യേശുവിനെ നമ്മുടെ രക്ഷയ്ക്കായി ഈ ഭൂമിയിലേക്ക് അയച്ചു എന്ന് വിശ്വസിക്കണം. യേശു ഈ ഭൂമിയിൽ കന്യകയിൽ ഭൂജാതനായി എന്ന് വിശ്വസിക്കണം. യേശു നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ പരമയാഗമായി എന്ന് വിശ്വസിക്കണം. യേശു ക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കണം. യേശു ക്രിസ്തു രാജാതിരാജാവായി മടങ്ങി വരുവാൻ പോകുന്നു എന്ന് വിശ്വസിക്കണം. ആ വിശ്വാസം ഉള്ള നിങ്ങൾക്ക് ഒരു ജനറലാകുവാൻ, വിശ്വാസത്തിൻ്റെ ഒരു ജനറലായി തീരുവാനുള്ള വലിയ സാധ്യതയുണ്ട്, വലിയ സാധ്യത. ബെൻസൺ ഇ.ഡി. ഹോസിയുടെ മറ്റൊരു സംഭവമാണ്, സെക്കുലർ രാജ്യമായിരുന്ന നൈജീരിയയെ ഒരു റിലീജിയസ് രാജ്യമായി മാറ്റുവാൻ വേണ്ടി അന്നത്തെ പ്രസിഡന്റ് തീരുമാനിച്ച സന്ദർഭത്തിൽ അതറിഞ്ഞ ബെൻസൺ ഇ.ഡി. ഹോസ പെട്ടെന്ന് തന്നെ പ്രസിഡന്റിനെ നേരിട്ട് കാണുവാൻ അനുവാദം സ്വീകരിക്കുകയും പ്രസിഡന്റിൻ്റെ മുൻപിൽ ചെന്നതിന് ശേഷമായിട്ട് അദ്ദേഹം പറഞ്ഞു, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അധികാരസ്ഥനാകുന്നു ഞാൻ. താങ്കൾ ജനങ്ങളാൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ അധികാരസ്ഥനാകുന്നു. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട അധികാരസ്ഥനാകുന്ന ഞാൻ താങ്കളോട് പറയുന്നു, ഈ രാജ്യം സെക്യുലറായിട്ട് തന്നെ തുടരണം. ഈ രാജ്യം ഒരിക്കലും ഒരു റിലീജിയസ് നേഷനായി, ഒരു റിലീജിയൻ്റെ നേഷനായിട്ട് മാറുവാൻ ഞാൻ അനുവാദം തരുന്നില്ല. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ആ ദൈവഭൃത്യൻ പറഞ്ഞത് തന്നെ നടപ്പിലായി. ഇന്നും ആ രാജ്യം സെക്യുലർ സ്വഭാവത്തിൽ നിന്ന് മാറിപ്പോയിട്ടില്ല. വിശ്വാസത്തിൻ്റെ ജനറൽസ് നടത്തുന്ന ഇത്തരത്തിലുള്ള ചില മുന്നേറ്റങ്ങളുണ്ട്. ഈ തലമുറയിൽ അങ്ങനെയുള്ളവരെ ലോകവ്യാപകമായി കർത്താവ് എഴുന്നേൽപ്പിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങൾ വിശ്വാസത്തിൻ്റെ ഒരു ജനറലായി തീരണം. നിങ്ങളുടെ സാഹചര്യങ്ങൾ, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആ സാഹചര്യങ്ങളിൽ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മുൻപിൽ ഏത് പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധികളെ വിശ്വാസത്താൽ തരണം ചെയ്യുവാൻ വേണ്ടിയുള്ള പ്രാപ്തി കർത്താവ് നൽകി തരുവാൻ പോകും. കെനത്ത് ഹെഗിൻ എന്ന് പറയുന്ന ദൈവദാസൻ, അദ്ദേഹമാണ് വേർഡ് ഓഫ് ഫെയ്ത്ത് മൂവ്മെൻറ്റിൻ്റെ ഒരു തുടക്കക്കാരൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ആ ദൈവദാസനിലൂടെയാണ് കർത്താവ് ഒരുപാട് വേർഡ് ഓഫ് ഫെയ്ത്തുമായി ബന്ധപ്പെട്ട വെളിപ്പാടുകൾ, ഇന്ന് നമ്മളെല്ലാം പ്രസംഗിക്കുന്ന അനേകം വചന വെളിപ്പാടുകൾ ദൈവരാജ്യത്തിന് സംഭാവന ചെയ്യുവാൻ വേണ്ടി ദൈവം ഉപയോഗിച്ച അഭിഷക്തനാകുന്നു കെനത്ത് ഹെഗിൻ. താൻ ജീവിച്ചിരുന്ന സമയം താൻ തളർന്നു കിടന്ന വ്യക്തിയായിരുന്നു. ബാല്യകാലത്ത് തളർന്നു കിടക്കുകയായിരുന്നു, മരണക്കിടക്കയിലായിരുന്നു. അവിടെ ഒന്ന് കർത്താവ് അത്ഭുത സൗഖ്യം കൊടുത്തു. നരകം കണ്ട വ്യക്തിയാണ്, മരിച്ച് നരകത്തിലേക്ക് പോയി. എന്നാൽ വീണ്ടും തൻ്റെ ആത്മാവ് മടങ്ങി വന്നു. പിന്നീട് യേശു ഒരു വലിയ അത്ഭുത സൗഖ്യം കൊടുത്തു. ബാപ്റ്റിസ്റ്റുകാരനായിരുന്നു. സൗഖ്യം പ്രാപിച്ചതിന് ശേഷം തനിക്ക് മനസ്സിലായി, ദൈവത്തിൻ്റെ വചനമാണ് ശരീരത്തിന് വേണ്ടിയുള്ള മരുന്ന്. ദൈവത്തിൻ്റെ വചനമാണ് ശരീരത്തിന് വേണ്ടിയുള്ള മരുന്ന് എന്ന് മനസ്സിലാക്കി വചനം കൊണ്ട് തൻ്റെ ശരീരത്തെ സൗഖ്യത്തിൽ നിലനിർത്തി. 86 വയസ്സ് വരെ ജീവിച്ചിരുന്നു. 86-ാമത്തെ വയസ്സിൽ ഒരു രോഗവും കൂടാതെ. അപ്പോൾ നീണ്ട വർഷങ്ങൾ അന്ന് സംഭവിച്ച ആ സൗഖ്യത്തിന് ശേഷം പിന്നീട് 86 വയസ്സ് വരെയും രോഗങ്ങളൊന്നും വന്നിട്ടില്ല. ഇടയ്ക്ക് ഒരു പ്രാവശ്യം കണ്ട് പനിയോ ഒരു തലവേദനയോ അങ്ങനെ കണ്ട് ഒരു ചെറിയ പരാമർശമേ കാണുന്നുള്ളൂ. വേറെ ഒരു രോഗങ്ങളും വരാതെ 86-ാമത്തെ വയസ്സിൽ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ വന്ന് തൻ്റെ ഭാര്യയെ നോക്കി പുഞ്ചിരിച്ചതിന് ശേഷം തല താഴ്ത്തി നിത്യതയിലേക്ക് പോകുകയുണ്ടായി. അദ്ദേഹം ഒരു വിശ്വാസത്തിൻ്റെ ജനറലായിരുന്നു. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. പാസ്റ്റർ കെനത്ത് ഹെഗിൻ്റെ പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കുക. പാസ്റ്റർ കെനത്ത് ഹെഗിൻ്റെ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുക. വിശ്വാസത്തിൻ്റെ ഒരുപാട് സത്യങ്ങൾ ആ പുസ്തകങ്ങളിൽ നിന്നും ആ പ്രസംഗങ്ങളിൽ നിന്നും ലഭിക്കും. ഈ തലമുറയിലുള്ള ഒരു വിശ്വാസത്തിൻ്റെ ജനറലാക്കി താങ്കളെ കർത്താവ് മാറ്റുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയിൽ അതേപോലെയുള്ള വിശ്വാസത്തിൻ്റെ ജനറൽസിനെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. പേരുകൾ ഞാൻ പരാമർശിക്കുന്നില്ല. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ വിശ്വാസത്തിൻ്റെ ജനറൽസ് ഉണ്ട്. ശക്തന്മാരാകുന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വൻകാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ജനറൽസ് ഇന്ന് ഇന്ത്യയിലുണ്ട്. നിങ്ങളെ അതിലൊരാളാക്കുവാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുകയാണ്.
ഇന്ത്യയുടെ ഒരു വിശ്വാസത്തിൻ്റെ ജനറലാക്കി കർത്താവ് നിങ്ങളെ മാറ്റുവാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനം 11 അധ്യായത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തുക. നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയുന്നു, നോഹയെ കണ്ടെത്തുവാൻ കഴിയുന്നു, അബ്രഹാമിനെ കണ്ടെത്തുവാൻ കഴിയുന്നു. അങ്ങനെ തുടങ്ങി വിശ്വാസത്തിൻ്റെ ജനറൽസിൻ്റെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ 11 അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നു. യേസ്, ഹല്ലേലൂയ. ആവശ്യമില്ലാത്ത വ്യാകുലതയും ഭയവും എല്ലാം ഉപേക്ഷിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ വചനം അകത്തേക്ക് സ്വീകരിക്കുക. ഈ വചനത്താൽ ഉളവാകുന്ന വിശ്വാസത്തെ പുറപ്പെടുവിക്കുക. ആ വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ പ്രവർത്തിക്കുവാൻ തയ്യാറാകുക. ഫെയ്ത്തായിട്ടിരുന്നാൽ പോരാ, ഫെയ്ത്ത് ആക്ഷനിൽ പ്രകടമാകേണ്ടത് ആവശ്യമാണ്. വിശ്വാസത്താൽ നിങ്ങൾ പ്രവർത്തിക്കുവാൻ തുടങ്ങുക. ഓരോ കാര്യങ്ങളെയും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നേരിടുക. ജീവിതം ആഹ്ലാദപൂരിതമായി തീരും. ജീവിതം ഒരു ആഘോഷമായി തീരും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിശയകരവും അത്ഭുതകരവുമാകുന്ന ആശീർവാദങ്ങളാൽ പ്രിയപ്പെട്ടവരെ നിറയ്ക്കണമേ. അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി അവരുടെ ഹൃദയത്തിൽ വന്ന് തിങ്ങി നിറയട്ടെ. അതിൽ നിന്നുളവാകുന്ന വിശ്വാസം അവരുടെ അധരത്തിലൂടെ വാക്കുകളായി പുറപ്പെടട്ടെ. അത് അവരുടെ പ്രവൃത്തികളിൽ വ്യക്തമായി പ്രകടമാകട്ടെ എന്ന് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. ഇപ്പോൾ തന്നെ കർത്താവേ, ചിലരിൽ വിശ്വാസം അങ്കുരിക്കുന്നുണ്ടല്ലോ, അതിനാൽ ഇപ്പോൾ തന്നെ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, ശാരീരിക സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ശാരീരിക സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. ഡയബറ്റീസ് രോഗം സൗഖ്യമാകുകയില്ല എന്ന് ലോകം മുഴുവൻ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ വിശ്വസിക്കുക, ആ ഡയബറ്റീസ് രോഗം നിങ്ങളെ വിട്ടുപോകും. നിങ്ങളുടെ ബ്ലഡ് ഷുഗർ നോർമലായി തീരും. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ത്രോട്ട് സംബന്ധമാകുന്ന രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. മൂക്കുമായി ബന്ധപ്പെട്ട, നോസുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക രോഗങ്ങൾ ഇപ്പോൾ കർത്താവ് തൊടുന്നു. യേശുവിൻ നാമത്തിൽ ആ മൂക്കിലുള്ള വളർച്ചകൾ, ഗ്രോത്തുകൾ യേശുവിൻ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. സൈനസൈറ്റിസ് യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. മെസല റീഫിൻ ജല തെറിക്കാസിനി ലെജുലോവർ ടൈലിനി ബൈനസെറി വിചോറെൻഡാക്കിസെറ്റിനി. ചിലരെ പിടിച്ചു വെച്ചിരിക്കുന്ന, ബന്ധിച്ചു വെച്ചിരിക്കുന്ന രോഗശക്തികളുടെ ബന്ധനങ്ങൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ തകർന്നു പോകുന്നു, പൊട്ടിപ്പോകുന്നു, ഇല്ലാതെയാകുന്നു. നിങ്ങൾക്കിത് ഇപ്പോൾ തന്നെ അനുഭവിക്കുവാൻ കഴിയും. ആ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. നിങ്ങളുടെ ശരീരം ഇപ്പോൾ അങ്ങ് ഫ്രീ ആകും. യേശുവിൻ നാമത്തിൽ അത്ഭുതം സംഭവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. രോഗികൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. സാമ്പത്തിക മേഖലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, കർത്താവേ, അവരുടെ മേൽ ഒരു വലിയ ആശ്വാസത്തെയും ഒരു വലിയ വിടുതലിനെയും ഒരു വലിയ സമൃദ്ധിയും അങ്ങ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഴമേറിയ വിശ്വാസം അവർക്ക് കൊടുക്കണമേ. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ വാതിലുകൾ തുറക്കപ്പെടട്ടെ, വഴികൾ തുറക്കപ്പെടട്ടെ. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ബ്ലസ് ചെയ്യുന്നു, അങ്ങയുടെ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഈ സന്ദേശം മറ്റുള്ളവർക്ക് നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ നിങ്ങൾ മറന്നുപോകരുത്. കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ.
ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.